നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ഒരു വനിത രംഗത്തേക്ക് വരികയാണ്. പ്രസിഡന്റായി ശ്വേത മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു വനിത അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നത്. പല തരത്തിലുള്ള വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത മേനോൻ വിജയം നേടിയിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ അമ്മയുടെ ജനറൽ സെക്രട്ടറി, ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ചെന്നൈയിലെത്തിയതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയില്ലായിരുന്നു. മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പല പ്രമുഖരും വോട്ട് ചെയ്തു. ദേവനും ശ്വേത മേനോനുമാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ് എന്നിവരാണ് മത്സരിച്ചത്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനും മത്സരിച്ചിരുന്നു. സ്ത്രീകൾക്ക് 4 സീറ്റ് സംവരണമുള്ള എക്സിക്യൂട്ടീവിൽ അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ എന്നിവരാണ് മത്സരിച്ചത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മറ്റു പ്രധാന സ്ഥാനങ്ങളിലേക്കായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. പല വിവാദങ്ങളായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഭവിച്ചിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് 27-ന് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് ഉയർന്നിരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേത മേനോനെതിരെയും അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന കേസ് പോലും ഉയർന്നു വന്നിരുന്നു. ഇതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരാഴ്ച മുൻപായിരുന്നു ഇത്തരത്തിലുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയും ഒരു സംഘം വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. വളരെ കലുഷിതമായ അന്തരീക്ഷത്തിൽ നടന്ന താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശ്വേത മേനോനാണ് ഇനി തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ഇതിൽ പല പ്രമുഖരും രാവിലേക്ക് തന്നെ വന്ന് വോട്ട് ചെയ്തിരുന്നു. ഏതായാലും പല രീതിയിലുള്ള ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പ് വേദിയായത്. പല വിമർശനങ്ങളും അമ്മ സംഘടനയ്ക്കെതിരെയും ഉയർന്നു നിൽക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും അതിനെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ശ്വേത മേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് വൻ വിജയത്തോടു കൂടി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിസന്ധികളെല്ലാം തന്നെ അതിജീവിച്ചാണ് ശ്വേത സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. പല ഈ പ്രമുഖ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എല്ലാവർക്കുമെതിരെയും ഒരു വിഭാഗം ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പല വിമർശനങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉയർന്നു വന്നിരുന്നത്. ഈ ഒരു സംഘടനയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന രീതിയിലുള്ള സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് വേളയിലും ഉയർന്ന് കേട്ടിരുന്നത്. എന്നാൽ പ്രതികരണങ്ങൾക്കൊന്നും നിൽക്കാതെ വളരെ സംയമനത്തോടു കൂടി തന്നെയായിരുന്നു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇടപെട്ടതും. ഏതായാലും വിജയത്തോടെ സംഘടനയിലെ തന്റെ വിശ്വാസ്യത കൂടി തെളിയിക്കുകയാണ് ഓരോ താരങ്ങളും. ഏതായാലും ഇപ്പോൾ എല്ലാ പ്രമുഖ സ്ഥാനത്തേക്ക് വനിതകളാണ് വന്നിട്ടുള്ളത്. ഇനി എന്തൊക്കെ ഇതിന് പിന്നാലെ കോലാഹലങ്ങൾ ഉണ്ടാകുമോ, അത് എല്ലാം ഒരു തണുത്ത മട്ടിൽ ഒഴിയുമോ എന്നുള്ളതൊക്കെ തന്നെ ഇനി കാത്തിരുന്ന് കാണാം.